നീ ചിരിച്ച് അംഗീകരിച്ചാൽ അത് നിന്നെ വിട്ടുപോകില്ല. അവതാരകൻ സെലിൻ പാൽരാജ്. ഒരു വശത്ത് ദൈവം, മറുവശത്ത് സാത്താൻ, ഇടയിൽ നാം നിൽക്കുന്നു. ഇരുവരിൽ ഒരാളെ തിരഞ്ഞെടുക്കാനുള്ള അവകാശം ദൈവം നമ്മുടെ കയ്യിൽ വെച്ചിരിക്കുന്നു. ഏദൻ തോട്ടത്തിൽ ആദാമിനും ഹവ്വയ്ക്കും എല്ലാ മരങ്ങളുടെയും ഫലങ്ങൾ തിന്നാമെന്ന് പറഞ്ഞു. പക്ഷേ മധ്യത്തിലുള്ള മരത്തിന്റെ ഫലം തിന്നരുതെന്ന് മാത്രം അതിനെ മതിലടച്ചില്ല. ഇന്നും ലോകത്ത് നിരവധി പാപങ്ങൾ, നന്മചാരമുണ്ട്. അവ തിരഞ്ഞെടുക്കാനുള്ള അധികാരം ദൈവം നമുക്ക് നൽകിയിരിക്കുന്നു. ദൈവത്തെ തിരഞ്ഞെടുത്താൽ പരിശുദ്ധാത്മാവ് നമ്മെ നയിക്കും. ആ പാതയിൽ സമാധാനം, ഉന്നതി, ബഹുമാനം, ഭാരമുണ്ട്. സാത്താന്റെ പാത തിരഞ്ഞെടുത്താൽ അശുദ്ധാത്മാവ് നമ്മെ കൈയടക്കി അവന്റെ വഴി നയിച്ച് നഷ്ടവും വേദനയും നൽകി അന്തിമമായി നരകത്തിലേക്ക് കൊണ്ടുപോകും. നമ്മെ നിരീക്ഷിക്കുന്ന സാത്താന് നമ്മുടെ സംസാരവും പ്രവൃത്തിയും അവന്റേതാണെങ്കിൽ അവൻ പിന്തുടരും, ദൈവത്തിന്റേതാണെങ്കിൽ ദൈവം നയിക്കും. ഭക്ഷണം പിടിച്ചപ്പോൾ യേശു ക്രിസ്തുവിനോട് കല്ല് രുചിയാക്കാൻ പറഞ്ഞു. അതേസമയം ലോകരാജ്യങ്ങളുടെ മഹത്വം കാണിച്ചു. യേശു ദൈവത്തിന് പ്രിയങ്കരമായത് തിരഞ്ഞെടുത്തു. ഇന്നും നമുക്ക് എന്താണ് വേണ്ടത്? ആരുടെ വഴി പിന്തുടരുന്നു? സാത്താൻ നിരവധി വഴികൾ കാണിച്ച് നമ്മെ തട്ടിവിടാൻ ചുറ്റിച്ചുറ്റുന്നു. നാം അവന്റേതാണെന്ന് അടയാളപ്പെടുത്തിയാൽ പാപങ്ങൾ തടസ്സമില്ലാതെ വാതിൽ വശമെത്തിക്കും. തേടേണ്ടതില്ല, സ്വയം ലഭിക്കും. അത്തരം സ്ഥലങ്ങൾ കണ്ടാൽ അവിടെത്തന്നെ കുറ്റപ്പെടുത്തി ശപിക്കുകയും പുറത്തുകടക്കുകയും വേണം. യോസേഫ് പോലെ ഓടുക. ആദ്യമായി കണ്ടോ കേട്ടോ തെറ്റാണെന്നറിഞ്ഞാൽ വീണ്ടും ശ്രമിക്കുന്നത് പാപം. അത് ആദ്യഘട്ടമായി പാപത്തിലും ബന്ധനത്തിലും നയിക്കും. അതിനാൽ അവിടെത്തന്നെ കുറ്റപ്പെടുത്തി അകറ്റി പുറത്താക്കി വിജയിക്കുക. യേശുവിനെപ്പോലെ പിന്നിലോട്ട് പോക. സാത്താനെ, എന്നിൽ നിന്ന് മാറ്. സാത്താനെ എന്ന് പറയുക. സാത്താന്റേതായവയിൽ ചിരിച്ചു അംഗീകരിച്ചു വീട്ടിലേക്ക് കൊണ്ടുവന്നാൽ അത് പിന്തുടർന്ന് നിർബന്ധിക്കും. ചെറുതോ വലുതോ ആകാം. ജാഗ്രത പാലിക്കുക. അവന്റെ വഴികൾ ആത്മാവ് കാണിക്കും. ഇങ്ങനെ എതിർക്കാത്തതിനാൽ പലരും പാപത്തിലും ശാപത്തിലും അശുദ്ധിയിലും ജീവിക്കുന്നു. രഹസ്യം ഇതാണ്: കുറ്റപ്പെടുത്തി യേശുനാമത്തിൽ പോക എന്ന് കൽപ്പിക്കുക. അപ്പോൾ നാം അവനെ സ്വീകരിച്ചില്ല, വെറുക്കുന്നു എന്ന് അവൻ അറിയാം.